ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹരിയേട്ടൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് പൊങ്കൽ ഉണ്ടാക്കണം. നേരത്തെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പം അങ്ങനൊന്നും ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്. കൊറോണ സമയത്തൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, ഭയങ്കര ഒത്തിരി നമ്മൾ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സമയമുണ്ട്, നമ്മൾ വീട്ടിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞാനങ്ങനെ വലുതായിട്ട് പൊങ്കലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹരിയേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് പൊങ്കലൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പനിയാണ്. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര തൊണ്ടവേദനയും ഒക്കെയാണ്. അമ്മയ്ക്ക് നല്ല പനി, ഛർദിലും ഒക്കെ ആയിരുന്നു. മിന്നുവിന് പനിയായി, ഹരിയേട്ടന് പനി ആയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് പനി അല്ല, തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പൊങ്കലിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചരി, നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരി നമുക്ക് 1 ഗ്ലാസ് പച്ചരി, 1.5 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് പരിപ്പ്, അതാണ് എൻ്റെ അളവ്. നോക്കിയ പച്ചരി 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിക്കേ, 1/2 ഗ്ലാസ് പരിപ്പ്. അപ്പം 1.5 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് പരിപ്പ്, അതാണ് ടോട്ടൽ 2 ഗ്ലാസ്. ഇതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ ഇത് ഞാൻ ഈ പച്ചരി ഒന്ന് കഴുകിക്കൊണ്ട് വരാം. അതിന് ശേഷം പരിപ്പ് ഒന്ന് കഴുകി രണ്ടും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഇത് വേവിക്കണം. അപ്പം ഞാൻ ഈ വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഒരു 4.5 ഗ്ലാസ് വെള്ളം വേണം. അതിന് ഞാൻ 1/2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ 1, 2, 3, 4. അപ്പം നമ്മൾ ഇത് ഒരു അല്പം വെള്ളത്തിൽ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചോറ് പോലെ അങ്ങനെയല്ല, ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് പാലും 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് 4.5 ഗ്ലാസ് ടോട്ടൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിന്, നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, അല്പം ഇഞ്ചി ഇട്ടു. അപ്പം ഞാൻ ഇത് വേവിക്കാനായിട്ട് വെക്കുക. അപ്പം ഞാനിത് ഇവിടെ 1.5 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ് പാല്, 4 ഗ്ലാസ് വെള്ളം ചേർത്തു, അല്പം ജീരകം, അല്പം ഇഞ്ചിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് ഇഞ്ചിയുടെ സ്വാദ് ഒരുപാട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടക്കുറവുണ്ടായിരിക്കും. അതുകൊണ്ട് അവരവരുടെ ആവശ്യത്തിന് ഒരു ശകലം ഇഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടുകയും വേണ്ട കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് പിന്നീട് ഇടണം, എന്നാലും കറിവേപ്പില അതിനകത്ത് ഇടുന്ന് വേകുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വരുമല്ലോ. അപ്പം കറിവേപ്പില, പിന്നെ ഇനിയും വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ നിറയെ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചിട്ടുണ്ട്. ചിലരിത് ചോറ് പോലെ ഉണ്ടാക്കും, ചിലങ്ങ് ഒത്തിരി കുഴഞ്ഞ പോലെ ഉണ്ടാക്കി. ഞങ്ങളിവിടെ കുഴഞ്ഞ പോലെ ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 4-5 വിസിൽ വരട്ടെ, അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വേവും. അപ്പോൾ ഇതിവിടെ 4 വിസിലൂടെ വന്നിട്ടുണ്ട്. ഒരു വിസിലൂടെ കേട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ആവിയെല്ലാം തന്നെത്താനെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നാൽ മതി.
എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പം 5 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 വിസിൽ വന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് തന്നെത്താനെ ഇതിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വയ്ക്കാം. പക്ഷെ വെന്ത് കാണുമായിരിക്കും. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓണത്തിന് എനിക്ക് അപ്പുറത്ത് ഇവിടെയുള്ള എൻ്റെ കൂട്ടുകാരും അവരുടെ മക്കളും ഒക്കെ വന്നു. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമ്മൾ വലുതായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കോട്ടയത്ത് തിരക്കും അങ്ങനെയുള്ള അത്തപ്പൂടലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം ഞാനിവിടെ വന്ന് ഇപ്രാവശ്യത്തെ ഓണം ഇവിടെ വന്നിട്ട് 2 ഓണം. ഒരു പ്രാവശ്യം ഹരിയേട്ടൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പം പിന്നെ അതിൻ്റെ ഓണം ഇല്ലായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അതിൻ്റെ ഓണം ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം ഇവരെല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം ആൻറ്റി എന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിത്രയും ആത്മാർത്ഥമായിട്ട് വരുമെന്നോ ഇത്രയും കളർഫുള്ളാക്കി തരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് ചെയ്തത്. എനിക്ക് സന്തോഷമുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ചാനലിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എന്നാൽ പോലും അവർക്കത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പറയാനൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കാമോ എന്നൊക്കെ. പക്ഷെ അവർക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അവരെല്ലാം വളരെ സന്തോഷമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനും മിന്നുകുട്ടിയുടെ കൂടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് ഇച്ചിരി പനിയായിപ്പോയി. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് വെയിലത്ത് നിർത്താനൊന്നും പറ്റിയില്ല. അവൾക്ക് പനിയുടെയൊക്കെ നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവൾ ഒന്ന് അറ്റൻഡ് ചെയ്തു. എന്നാലും അവരുടെ കൂടെ ഒക്കെ നിർത്തി അങ്ങനെ. പിന്നെ നല്ല വെയിലും അല്ലായിരുന്നു വന്നത്. അത് കാരണം നമുക്ക് ഒത്തിരി വെയിലും കൊള്ളാനൊന്നും വയ്യായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരും കൂടെ വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ അതിനകത്ത് പങ്കെടുത്ത് ഓണം കളർഫുള്ളാക്കി തന്നു. അത് സന്തോഷം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ആവി പോട്ടെ. ഇപ്പോഴും ആവി നമ്മൾ തന്നെ കളയണ്ട, തന്നത്തെ അത് ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അരിയും പരിപ്പും കൂടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. അപ്പം നമ്മളിതൊന്ന് ഇങ്ങനെ കുഴച്ച് ഒന്നെടുത്താൽ മതി. ഉപ്പുണ്ടോന്ന് ശകല ഉപ്പും കൂടെ ആവാം. ഉപ്പ് ഇവിടെ ഇടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉപ്പിടാൻ പേടിയാണ്. ഹരിയേട്ടന് ഉപ്പ് ആവശ്യം വേണം. എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മുന്നോട്ടാണെങ്കിൽ ഹരിയേട്ടന് ഇഷ്ടമാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്വല്പം പുറകോട്ടിരിക്കണം. ഇത് രണ്ടിൻ്റെയും കൂടെ മീഡിയം ലെവലിൽ ഉപ്പിടാൻ ഒരിക്കലും എനിക്ക് പറ്റാറില്ല. നമ്മൾ ഇതേണ്ട നന്നായിട്ടിത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതിനൊരു വറവയുണ്ട്. കടുകൊന്നും എടുത്തില്ല, നമുക്ക് അതൊന്ന് കാണാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള വറവലാണ് ഇതൊക്കെ. നമ്മൾ പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് ഇതുണ്ട് കുരുമുളക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടു. കറിവേപ്പില ഇട്ടു. നമ്മൾ നന്നായിട്ടങ്ങ് ഇളക്കുക. എല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം
നമുക്ക് ഒരു സ്വല്പം പെരിഞ്ജീരകം, ഒരുപാടൊന്നും വേണ്ട. പെരിഞ്ജീരകം ഇട്ടു, അല്പം കായം, നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ചോറിലേക്ക് അങ്ങ് ഇടാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനെല്ലാം ഇടാം. നമ്മൾ കണ്ടോ, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തേ. ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഫോട്ടോ കാണിക്കാം. ഞങ്ങൾ ഇത് അരിയേട്ടന് പിന്നെ ഷിപ്പിൽ ഇത് ആഹാരം ഇങ്ങനെ പൊങ്കലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് എന്നോട് എപ്പോഴും പറയും. അതുകൊണ്ട് അന്ന് കൊറോണ സമയത്തൊക്കെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയും പൊങ്കൽ ഉണ്ടാക്കാന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ തൊട്ടപ്പുറം ഓപ്പോസിറ്റ് വീട്ടിലെ ഭഗവതി ചേച്ചി താമസിക്കുന്നുണ്ട്. ഭഗവതി ചേച്ചി തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നൊരു സാധനം. അന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കി ഞാൻ ഉണ്ടാക്കി. കണ്ടോ പൊങ്കൽ കണ്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാർ നമ്മൾ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇട്ട് സാമ്പാർ ഉണ്ടാക്കണ്ട, ഇച്ചിരി നീട്ടി വേണം സാമ്പാർ ഉണ്ടാക്കാൻ. നമ്മളിങ്ങനെ കോരി ഒഴിച്ച് കഴിക്കുന്ന രീതി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കുറുകയൊക്കെ സാമ്പാർ ഇരിക്കത്തില്ല, അങ്ങനെ കുറുകണ്ട, വളരെ ലൂസായിട്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. അപ്പം ഞാൻ അല്പം സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ ഇനി ഒരു ചട്നി അതും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം. ഞാൻ പൊങ്കലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കണ്ടോ വളരെ ലൂസായിട്ടുള്ള സാമ്പാർ ഒഴിക്കണം. പിന്നെ തേങ്ങാ ചട്നി കണ്ടോ നമ്മൾ ഒഴിക്കണം. ഇത് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ വിരകി ഇങ്ങനെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് തരുമൊക്കെ ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ.